ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SYS സ്റ്റേറ്റ് ദഅവ പ്രസിഡന്റ് കൂടെയായ റഹ്മത്തുള്ള സഖാഫി എളമരമാണ്. ഉസ്താദിനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനമായും ഈ റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാണല്ലോ. ഈ സമയത്ത് കൂടുതലായി ആചാരം, അനാചാരം, സുന്നത്ത്, ബിദ്അത്ത് തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് കൂടുതലായി ഉണ്ടാകുന്നത്. എന്നാൽ ഈ സമയത്ത് എന്താണ് ആചാരം, എന്താണ് അനാചാരം, ഇതൊന്ന് വിശദീകരിക്കാം. അറബിയില് ഭാഷയിൽ നമ്മൾ സാധാരണ പറയല് അസുന്നത്തു വൽ ബിദ്അത്തു. അതെ, അസുന്ന എന്നതിനാണ് ഇപ്പൊ നമ്മൾ മലയാളത്തില് ആചാരം എന്ന് പറയുന്നത്. അൽ ബിദ്അ എന്ന് പറയുന്നതാണ് അനാചാരം എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞത് പല അർത്ഥത്തിലും ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഖുർആൻ സുന്നത്ത്, ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. ഖുർആൻ സുന്നത്ത് എന്ന് പറയുമ്പം അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്കുകള്, പ്രവർത്തനങ്ങള്, മൗനാനുവാദനങ്ങള് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ജീവിതത്തെയാണ് അവിടെ സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി ഫർള് സുന്നത്ത് എന്നൊരു പ്രയോഗമുണ്ട്. ഫർള് സുന്നത്ത് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പ്രവർത്തിച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ഉണ്ടാവില്ല. അങ്ങനത്താണ് ഫർള് സുന്നത്ത് വരുമ്പോഴുള്ള സുന്നത്ത്, പുണ്യകർമ്മം. മൂന്നാമത്തെ ഒരു പ്രയോഗമാണ് സുന്നത്ത് ബിദ്അത്ത്. ബിദ്അത്തിന്റെ കൂടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാ വാഫഖ ശർഅന, ചതുർ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് യോജിച്ചാൽ അതിനാണ് സുന്നത്ത് എന്ന് പറയാം. ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇതാണ് ചതുർ പ്രമാണങ്ങൾ. ഇതിന് വിധേയമായ ഒരു കാര്യമാണെങ്കിൽ അതിനെ സുന്നത്ത് എന്ന് പറയും. അതിന്റെ പരിഭാഷയാണ് ഈ ആചാരം എന്ന് പറയുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ എതിര്, മാ ഖാലഫ ശർഅ, ശർഇന് എതിരായതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചതുർ പ്രമാണങ്ങളിൽ ഒന്നിന്റെയും പിന്തുണയില്ലാത്ത പുതിയ ആചാരമാണെങ്കിൽ അതിന് അനാചാരം എന്നാ പറയാം. അത് ബിദ്അത്ത് എന്ന് പറയും. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ആചാരമായി നമുക്ക് ചെയ്യൽ അനുവദനീയമായതുമാണ്. അങ്ങനെ വരുമ്പോ ഈ നബിദിനാഘോഷം ഇതിപ്പോ ഏത് ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം? ഇത് ആചാരത്തിലാണോ കൊണ്ടുവരിക, അതല്ല അനാചാരത്തിന്റെ കൂട്ടത്തിലാണോ വരിക? കാരണം ഇവിടെ ഉസ്താദ് വിശദീകരിക്കുമ്പോ സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയുമ്പോ നബിയും സ്വഹാബത്തും ചെയ്തത് എന്ന രീതിയിലല്ല ഉസ്താദ് വിശദീകരിച്ചത്. ശറഅനോട് യോജിച്ചത്, യോജിക്കാത്തത് എന്നാണ്. അതിലൊരു ചെറിയൊരു വ്യത്യാസം ഉസ്താദിന്റെ വിശദീകരണത്തിലുണ്ട്. നമ്മുടെ വഹാബികൾ അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനക്കാൾ വിശദീകരിക്കുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ രീതിയിൽ പറയുമ്പോ എങ്ങനെയാണ് ഈ നബിദിനാഘോഷത്തെ നമ്മൾ ആചാരത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന് ഏത് ഗണത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക? അവിടെ പുണ്യകർമ്മങ്ങള് രണ്ട് രീതിയുണ്ട്. അതിലൊന്ന് പ്രത്യേകമായ രൂപവും ശൈലിയും ഷർത്തും ഫർളും ഒക്കെ ശറയിൽ വന്നിട്ടുള്ള പുണ്യകർമ്മങ്ങൾ. അത് നമുക്ക് വേണമെങ്കിൽ മഖ്സൂസായ ഇബാദത്ത് എന്ന് പറയാം, അതല്ലെങ്കിൽ മഖ്സൂദായത് എന്നൊക്കെ പറയാം. പ്രത്യേക രൂപവും ഭാവവും ഒക്കെ ശറയിൽ നിശ്ചയിച്ചത്. അതിന്റെ ഉദാഹരണമാണ് 5 നേരത്തെ നിസ്കാരം. ആ 5 നേരത്തെ നിസ്കാരം നല്ല കാര്യമല്ലേ? അവർ 10 ആക്കുക നമുക്ക് കൂട്ടാൻ പറ്റും? ഇല്ല. സുബഹി 2 റക്അത്തല്ലേ ഉള്ളൂ. എല്ലാവർക്കും രാവിലെ നടക്കാൻ പോണൊക്കെ ഒരു കാലല്ലേ. അപ്പൊ അതൊരു 20 ആക്കിയാൽ എന്താ എന്ന് ചിന്തിച്ചുകൊണ്ട് 20 ആക്കാൻ പറ്റൂല. അത് ശറഅ് 2 തറാവിഹി 20 ശറഅ് വെച്ചത്, അത് 8 ആക്കാൻ നമുക്ക് പറ്റൂല. അത് ആ നിശ്ചയിച്ചതുപോലെ തന്നെ ഇപ്പൊ റുകൂഇല് സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദി എന്ന് ചൊല്ലാനാണ് നബിതങ്ങൾ കൽപ്പിച്ചത്. യാസീൻ അതിനേക്കാളും കൂലി കിട്ടും. അപ്പൊ പുണ്യല്ലേ എന്ന് കരുതിയിട്ട് എന്ത് പറ്റുമോ അവിടെ യാസീൻ ഓതാൻ പറ്റുമോ? ഇല്ല. അത് ശറഅ് വെച്ച പ്രത്യേക രൂപവും രീതിയുള്ള ഇബാദത്ത് ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് ജുമാ ഖുത്ബ. ജുമാ ഖുത്ബയില് അതിന് പ്രത്യേക ഷർത്തും ഫർളും ഉണ്ട്. അതിന് സമയമുണ്ട്, ദിവസമുണ്ട്, അത് ഓതേണ്ടത് ആരാന്നുണ്ട്, നിസ്കാരത്തിന്റെ മുമ്പാണെന്നുണ്ട്, നിസ്കാരത്തെക്കാൾ കുറഞ്ഞ രീതിയിൽ ചെയ്യാണ് നല്ലത് എന്നുണ്ട്. അതിനെ 2 ഖുത്ബായിട്ട് ചെയ്യണം. 2 ഖുത്ബന്റെ ഇടയിൽ ഇരിക്കണം. ഖുത്ബ ഓതുന്ന ആള് പുരുഷനാവണം, ഒന്നുണ്ടായിരിക്കണം, കുളിർബന്ധ കുളിച്ചിരിക്കണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനയുള്ള കൂട്ടത്തിൽ ഇബാദത്തുകളുടെ ആഗോള ഇസ്ലാമിന്റെ ഐക്യത്തിന്റെ ഭാഷ എന്നുള്ള ആൾക്ക് അറബി ഭാഷയിലും ആയിരിക്കണം. ബാങ്കിനെ പോലെ. അതുകൊണ്ട് അത് ഭാഷ മാറ്റാൻ പറ്റൂല, സമയം മാറ്റാൻ പറ്റൂല, ദിവസം മാറ്റാൻ പറ്റൂല. അത് പ്രത്യേക ഇബാദത്താണ്. അതേ സമയത്ത് പുണ്യകർമ്മങ്ങളിൽ ഇനി ഏതുണ്ട്? പൊതുവിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. അത് ഇന്ന രൂപത്തിലും ഇന്ന രീതിയിലും തന്നെ ആവണം എന്ന് നിഷ്കർഷിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് മുത്തലക്കായ ദിക്റ് ചൊല്ലല്. ഇപ്പൊ ഖുർആനിൽ കാണാം വല ദിക്റുല്ലാഹി അക്ബർ. ദിക്റ് ചൊല്ലലാണ് ഏറ്റവും വലിയ ഇബാദത്ത്. വദ്കുറുല്ലാഹ ദിക്റൻ കസീറ, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ധാരാളം ദിക്റ് ചെല്ലുവി.
എന്നൊക്കെ ഖുർആനിൽ കാണാം. അപ്പൊ ഒരാൾ തീരുമാനിക്കാണ്, ഞാൻ ഇനി എന്നും അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് എല്ലാ ദിവസവും രാവിലെ 1000 തവണ ചൊല്ലുന്ന ഒരാൾക്ക് തീരുമാനം എടുക്കുക. അങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞു അവിടെ വാരിദായ ദിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ 1000 തവണ ചൊല്ലും. അവിടെ വേറെ അടുത്തും വന്ന് കേൾക്കുക, അങ്ങനെ നിബിധങ്ങൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ലക്ഷം സ്വഹാബാക്കളെ പേര് പറഞ്ഞിട്ട് ചോദ്യം ഉണ്ടാക്കാം. ആ ചോദ്യത്തിന് എന്തില്ല, പ്രസക്തി. 1,00,000 ചോദ്യം ഉണ്ടാവും. എത്രയാ ചോദ്യം വർദ്ധിക്കുക, ഓരോരുത്തരുടെ പേരിലും ചോദിക്കാം. അപ്പൊ അതിനെന്തില്ല, പ്രസക്തി ഇല്ല. അവിടെ പൊതുവിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു ഇബാദത്ത് നമ്മളെ ഒഴിവും കഴിവും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഇതുപോലെ മറ്റൊന്നാണ് ഇപ്പൊ നമ്മളെ സക്കാത്തിന് ഒരു പ്രത്യേക രീതിയും രൂപവും ശറഅ് വെച്ചിട്ടുണ്ട്. അത് ആ നിശ്ചിത അളവിലും നിശ്ചയിക്കപ്പെട്ട ആൾക്കും നിശ്ചയിക്കപ്പെട്ട രീതിയിലേ കൊടുക്കാൻ പാടുള്ളൂ. അതേ സമയത്ത് പൊതുവിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട സ്വതക്കകളുണ്ട്, സുന്നത്തായ ദാനധർമ്മങ്ങള്, അത് ഇന്ന രീതിയിലേ കൊടുക്കാവെന്ന് പറഞ്ഞിട്ടില്ല. അത് ആടിനെ കൊടുക്കാം, അതല്ലെങ്കിൽ വാഹനം വാങ്ങിക്കൊടുക്കുക, പെട്ടിക്കട ഇട്ട് കൊടുക്കുക, അത് സ്റ്റേജിൽ നിന്ന് ആളെ കാണാൻ കൊടുക്കുക, ആൾ കാണാതെ കൊടുക്കുക, ഏത് മാസത്തിലും കൊടുക്കുക, ഏത് ദിവസത്തിലൊക്കെ കൊടുക്കുക. അതിന് രൂപയും രീതിയും ശറഅ് വെച്ചിട്ടില്ല. അതിന് കൂലിയിട്ടൂലേ, പുണ്യകർമ്മമാണ്. ഇതേപോലുള്ള പുണ്യകർമ്മങ്ങൾ അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുക. അത് ഖുർആൻ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ വിശദീകരിച്ചതാണ് ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിനെ തങ്ങളെ കൊണ്ട് വിശ്വാസികൾ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളട്ടെ എന്നത് അള്ളാഹിന്റെ കൽപ്പനയാണ്. ഇപ്പൊ നബിതങ്ങളുടെ പേരിൽ സന്തോഷിക്കണം എന്നത് അള്ളാഹു കൽപ്പിച്ച ഒരു സംഗതിയാണ്. എന്നാൽ അവിടെ അള്ളാഹു തആല ഇന്ന രീതിയിൽ മാത്രമേ ആവാവൂ, ഇന്ന ദിവസത്തിൽ മാത്രമേ ആകാവൂ, അങ്ങനെ ഒരു രൂപവും രീതിയും നിഷ്കർഷിച്ച് തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പൊതുവിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ പേരിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് നബിതങ്ങളെ ജന്മത്തിന്റെ പേരിലാവാം, നബിതങ്ങൾക്ക് ഖുർആൻ കിട്ടിയതിന്റെ പേരിലാവാം, അവിടുത്തെ ഹിജറയുടെ പേരിലാവാം, അവിടുന്ന് മിഅ്റാജ് പോയതിന്റെ പേരിലാകാം, മക്കം പത്തിന്റെ പേരിലാകാം, ബദറിൽ ജയിച്ചതിന്റെ പേരിലാകാം. നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സന്തോഷങ്ങളുണ്ടോ അതിന്റെ പേരിലൊക്കെ വിശ്വാസികൾക്ക് സന്തോഷിക്കാം. ശറഅ് വിലക്കാത്ത ഏത് രൂപത്തിലും ഭാവത്തിലും അതാവാം. ആ അർത്ഥത്തിലാണ് ഇത് ആചാരമാണ്, സുന്നത്താണ് എന്ന് പറയുന്നത്. അതായത് ശറഇന്റെ നിയമങ്ങൾക്ക്, പ്രമാണങ്ങൾക്ക് വിധേയമാണ് ഇത്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇതൊരു പുണ്യകർമ്മമാണെന്നാണ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പുണ്യകർമ്മം പിന്നെ 1-ാം നൂറ്റാണ്ടില് 2-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച സ്വഹാബാക്കള് അവർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഒരു മുജാഹിദ് മൗലവിയുടെ പ്രസംഗമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോ മഹ്ശറിൽ വരുന്ന സമയത്ത് ഈ സുന്നികളുടെ അത്ര ഇബാദത്തുകളില്ല, കാരണം നബിദിനാഘോഷം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സുന്നികളെ പരിഹസിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അവരൊന്നും ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നബിദിനാഘോഷം എന്ന തലങ്ങളിലേക്ക് എന്തുകൊണ്ട് ശ്രദ്ധ പതിപ്പിച്ചില്ല? ആ ചോദ്യം അവരുന്നയിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പുണ്യകർമ്മം. ഏതെങ്കിലും ഒരു സ്വഹാബി നബിതങ്ങൾ ജനിച്ച് സന്തോഷിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ധിക്കാരം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിന്റെ പേരിൽ സന്തോഷിക്കുക എന്നുള്ളത് നബിതങ്ങൾ ജനിച്ചതിന് ശേഷമുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, അതിന് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാര് വരെ ആഹ്വാനം ചെയ്ത ഒരു സംഗതിയാണ് തിരുജന്മത്തിന്റെ മേലിൽ സന്തോഷിക്കണം. ഇപ്പൊ ഖുർആനിൽ കാണാം അല്ലാഹു തആല പറയണ ഈസാ നബിനെ പരിചയപ്പെടുത്തി, വൈദ് ഖാല ഈസബിനു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ വ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി തന്റെ ജനതയോട് പറഞ്ഞു, ഓ ജനങ്ങളെ, അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചത് ഒന്നാമതായി മൂസാ നബി അലൈഹി സ്വലാം നമുക്ക് തന്ന തൗറാത്തിലുള്ള ആശയത്തെ അംഗീകരിക്കുന്ന ആളായിട്ടും അതോടൊപ്പം എന്റെ പിറകെ വരാൻ പോകുന്ന അഹ്മദ് എന്ന് പേരുള്ള പ്രവാചകരുടെ വരവിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നബിതങ്ങൾ ജനിക്കാൻ പോകുന്നു, സന്തോഷിച്ചോളി എന്ന് നബിതങ്ങൾ ജനിക്കണതിന്റെ 500-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഹ്വാനം ചെയ്തതാണ്. എന്നിട്ട് ആ നബി ജനിച്ച് സന്തോഷം അറിയിക്കാൻ പാടില്ല, അത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണ ചോദ്യം അറിവില്ലായ്മ കൊണ്ടാണ്. അല്ല, അവിടെ ആഘോഷം നടത്തിയോ എന്നുള്ള ഒരു ഭാഗം അവിടെ ഉണ്ട്. അതായത് സന്തോഷിക്കുക എന്നതിലപ്പുറത്ത് ഇതൊരു ആഘോഷമാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്?
സന്തോഷം മനസ്സിന്റെ ഉള്ളിലുള്ളതോടൊപ്പം ഇൽഹാറു സുറൂർ, ആ സന്തോഷം പ്രകടിപ്പിക്കുക. അതല്ലേ, അതെ. അതില്ലാത്ത ഒരൊറ്റ സഹാബി ഉണ്ടായിട്ടില്ല. എല്ലാ സഹാബികളും അത് പ്രകടിപ്പിക്കൽ എങ്ങനെയാണ്? ഒന്ന്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞിട്ടാണ്. അല്ലെ, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ മദ്ഹ് പറയലാണ്. അത് സ്വഹാബത്ത് എല്ലാവരും പറഞ്ഞതാണ്. അതൊരു പ്രകടനമാണല്ലോ. അതെ, അത് പ്രകടനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നു. മദീനയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് സന്തോഷിച്ച് പ്രകടനം നടത്തിയില്ലേ? റബീഉൽ അവ്വൽ 8-നാണ് ഖുബായിൽ നബി തങ്ങൾ എത്തുന്നത്. 4 ദിവസം അവിടെ താമസിച്ചു. തിങ്കളാഴ്ച വന്നു, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം താമസിച്ചു. വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 12-ന് രാവിലെയാണ് എങ്ങോട്ട് പുറപ്പെടുന്ന? മദീനയിലേക്ക്. ജുമാ കഴിഞ്ഞ് മദീന നഗരത്തിലേക്ക് കടക്കുമ്പോഴാണ് ത്വല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വിദാഇ എന്ന് പറഞ്ഞിട്ട് മദീനയിലെ സ്വഹാബികൾ റബീഉൽ അവ്വൽ 12-നാണ് നബിതങ്ങളെ വരവേൽക്കുന്നത്. നബിതങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക. അത് ജന്മദിനത്തിന് മാത്രല്ല, എന്നും ആവാം. ജന്മദിനം അതിൽ പെടൂല എന്ന് ആർക്കെങ്കിലും വാദം ഉണ്ടെങ്കിൽ അവരാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. തെളിവുള്ളത് ജന്മദിനം അതിൽ പെടും എന്നുള്ളതാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിലുള്ള അല്ലേ, സുയിലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ സൗമി യൗമിൽ ഇസ്നൈൻ. നബി തങ്ങളോട് ചോദ്യമാണ്, എന്തിനാണ് എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്നത്? ഖാല ഫീഹി വുലിത്തു, അതെന്റെ ജന്മദിനാണ്. ഇപ്പൊ നബിതങ്ങളുടെ ജന്മദിനത്തിലും നബിതങ്ങൾ സന്തോഷം, ഇസ്ലാമിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പൊ ആ സന്തോഷം നബിതങ്ങൾ പ്രകടിപ്പിക്കുക വഴി ജന്മദിനവും നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതിൽ പെടും. മിറാജ് മാത്രമല്ല, പിന്നെ വഹി ഇറങ്ങിയത് മാത്രമല്ല, അങ്ങനത്തെ എല്ലാം നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ ഈ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോ ശരിക്ക് നിരോധിക്കപ്പെടാത്ത ഏത് രീതിയിലും, അതായത് അതൊരു സന്തോഷത്തിന്റെ ഭാഗമായി എന്ന് സമൂഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം, പക്ഷെ അത് ശറഅ് നിരോധിക്കരുത് എന്ന് മാത്രമേ അതിന്റെ മാനദണ്ഡമായിട്ട്. അതെ, അത് ഇമാം സുയൂത്ത് റളിയല്ലാഹു പോലുള്ളവര് അവിടുത്തെ അൽ ഹാവിയിലൊക്കെ പറഞ്ഞ കാര്യമാണ്. സന്തോഷം പ്രകടിപ്പിക്കുന്നിടത്തുള്ള ഇസ്ലാമിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ ശറഅിന് വിരുദ്ധമല്ലാത്ത ഏത് രീതിയിലും ആവാം. അതിൽപ്പെട്ടതാണ് മൗലിദ് ഓതുക, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പ്രകടനം നടത്തുക, ഭക്ഷണം വിതരണം ചെയ്യുക, നല്ല വസ്ത്രം ധരിക്കുക, ഈ തോരണം തൂക്കുക. ഇതൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാൻ ശറഅ് അംഗീകരിച്ച കാര്യങ്ങളാണല്ലോ, നിരോധിച്ച വിഷയങ്ങളല്ല. ആ രീതിയിലൊക്കെ ആവാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഈ സുന്നികൾ എന്തിനാണ് ഈ നബിദിനാഘോഷത്തിന് തെളിവ് പറയുന്നത്? ഉസ്താദിന്റെ വിശദീകരണ പ്രകാരം നമ്മളല്ലല്ലോ തെളിവ് പറയേണ്ടത്. കാരണം അതിന്റെ പ്രകടന മാർഗങ്ങൾ ഖുർആനോ ഹദീസോ നിരോധിക്കാത്തത് ഏതുമാകാം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇന്ന പ്രകടന രൂപം, അപ്പൊ സന്തോഷിക്കാമെന്ന് അവരും പലപ്പോഴും പറയും, അത് നിങ്ങൾക്ക് ഏത് ദിവസവും ആകാം. പക്ഷെ ഈ പ്രകടന രീതികൾ അത് ചെയ്തിട്ടുണ്ടോ? ഇതാണല്ലോ വിമർശന വിധേയമാകുന്നത്. ഇങ്ങനെയുള്ള പ്രകടനം അല്ലെങ്കിൽ റാലി അല്ലെങ്കിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത്, ഇതൊക്കെ നിരോധിക്കപ്പെട്ടതാണ് എന്ന് വരുമ്പോഴാണ് ഈ പ്രകടനത്തിന്റെ രൂപങ്ങൾ പാടില്ലാതെ വരിക. അപ്പൊ നമ്മളല്ലല്ലോ യഥാർത്ഥത്തിൽ നബിദിനാഘോഷം തെറ്റാണെന്ന് പറയുന്നവരല്ലേ ഇതിന്റെ തെളിവ് സ്ഥാപിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ഉസ്താദ് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും നബിദിനാഘോഷത്തിൽ നമ്മൾ ചെയ്യുന്ന ഇന്ന പരിപാടി പാടില്ല എന്നൊരാൾക്ക് പറയണമെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഏതുവാകാം, അതിന് ശറഅ് അനുവദിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ശറഅ് അനുവദിച്ച ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അതിന് അവരാണ് തെളിവ് കൊണ്ടുവരുന്നത്. ഇപ്പൊ പുതിയ രീതികൾ, ഇപ്പൊ നമുക്കറിയാം ഓരോ വർഷം നബിദിനാഘോഷം വരുമ്പോ വ്യത്യസ്ത രീതികൾ, ഇപ്പൊ കളർ ലൈറ്റുകൾ, ഇതൊക്കെ വെച്ച് അലങ്കരിക്കുക, ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ പ്രകടനങ്ങളായിട്ടാണ് ലോകം മൊത്തം വിലയിരുത്തുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുതിയതായി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞത് പ്രകാരം അതൊന്നും ശറഅ് നിരോധിക്കപ്പെടാത്ത ഏത് കാര്യവും നമുക്ക് എന്നും വർദ്ധിപ്പിക്കാം, ആ വിഷയത്തിൽ കൂട്ടിക്കൊണ്ടുവരാം എന്ന് തന്നെയാണോ? അതെ, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാശാരോഹണം, അന്ന് സിദ്റത്തുൽ മുന്തയിൽ നബി ചെന്നപ്പോ എന്താ സംഭവിച്ചത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലേ, ഇത് യഗ്ശ സിദ്റത്തമായ വലിയ അലങ്കാരാണ് നബി തങ്ങളെ വരവിനോടനുബന്ധിച്ച് അവിടെ നടത്തിയത്. റസൂലുള്ളാഹിനെ ആദരിക്കാനാണത്. മൗലിദ് ആഘോഷം നടക്കുന്ന ലോകത്ത് ഇപ്പം പഴയ കിതാബിലൊക്കെ കാണാം, ഈജിപ്തിലും മറ്റൊക്കെ അന്ന് മുതൽക്കേ വലിയ തോരണങ്ങൾ തൂക്കി വഴിയോരങ്ങളിലൊക്കെ പിന്നെ അലങ്കാരങ്ങൾ വെച്ച് പോരാണ്. പിന്നെ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അന്ന് പിന്നെ ഈ വൈദ്യുതി കണ്ടെത്താത്തോണ്ട് ഈ ബൾബ് സംവിധാനങ്ങളില്ല. ഇപ്പൊ ഇന്ന് ആ അലങ്കാരത്തിന് നമ്മൾ വൈദ്യുതി ബൾബ് ഉപയോഗിക്കുന്നു. അത്ര അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്നല്ലാതെ അതിൽ പുതിയതൊന്നുമില്ല. അത് അങ്ങനെ എല്ലാ മാറ്റം എല്ലാവരും ഉൾക്കൊണ്ടിട്ട് അല്ലാതെ ഒരു മതത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ അതിന്റെ ആകത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് സന്തോഷം അറിയിക്കുന്ന ശറഅ് അനുവദിച്ച നിരോധിക്കാത്ത ഏത് കാര്യവും അതിൽ ഉൾപ്പെടാം എന്നാണ്. അതേ സമയത്ത് സുന്നികൾ മീലാദ് ആഘോഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളും ശറഅയിൽ തെളിവുള്ളതാണ്. ഇനി അവിടെ ഈ മൗലിദ് ഓതുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനു മുമ്പ്
ഇപ്പൊ ഈ ബൾബ് കാര്യങ്ങളൊക്കെ പുതിയതാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ആളുകളും പള്ളിയിൽ കാർപ്പറ്റും ഫാനും ഒക്കെ വെക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ തന്നെയല്ലേ വരുന്നത് അല്ലെ? ഇത് മാത്രല്ല, ഇപ്പൊ ഈ നബിദിനാഘോഷത്തെ വിമർശിക്കുന്ന ആളുകള് മറുപടി പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒന്ന്, സംഘടന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ സംഘടന ഉണ്ടായിരുന്നു. നബിതങ്ങൾ ഏത് കേന്നമിന്റെ പ്രസിഡന്റ് ആയിരുന്നു? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അതിന്റെ സെക്രട്ടറി ആയിരുന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ അതിന്റെ ഖജാൻജി ആയിരുന്നു. ഇവരാരും അങ്ങനെ ദീനി ദാവത്തിന് വേണ്ടി അങ്ങനത്തെ രൂപം ഉണ്ടാക്കിയില്ലല്ലോ. അപ്പൊ അവിടെ പൊതുവായി അംഗീകരിച്ച സംഗതി എന്താ? ദീനിന്റെ പ്രബോധനം, അത് പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി ശറഈന് വിരുദ്ധമല്ലാത്ത രൂപവും ശൈലിയും നമുക്ക് ഉണ്ടാക്കാം. അതാ സംഘടനാ സംവിധാനം. ഇപ്പൊ മദ്രസ, നബിതങ്ങളുടെ കാലത്ത് ഇതുപോലത്തെ മദ്രസ ഉണ്ടോ? സിലബസ് ഉണ്ടോ? മുഫത്തിസ് ഉണ്ടോ? പരീക്ഷ ഉണ്ടോ? ഇതൊന്നും ഈ രീതിയിൽ ഇല്ലല്ലോ. പക്ഷെ ഇൽമു പഠിപ്പിക്കുക എന്നുള്ളത് പൊതുവിൽ പുണ്യകർമ്മമാണ്. അത് പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് ശറഈന് വിരുദ്ധമല്ലാത്ത ഏത് രൂപവും ഉണ്ടാക്കാം. അതാണ് മീലാദിലുണ്ടായത്. അതേപോലെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കിതാബ്, നബിതങ്ങളുടെ കാലത്ത് കിതാബുകളുണ്ടോ? ഇല്ല. ഖുർആൻ പിന്നെ ഒരു ഗ്രന്ഥത്തിലേക്ക് പൂർണ്ണമായും ക്രോഡീകരിച്ച് മുസ്ഹഫ് അന്ന് വ്യാപകമായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഖുർആൻ എഴുതി വെക്കുന്നുണ്ട് പല തോലിലും കല്ലിലും ഒക്കെ ആയിട്ട്, എന്നല്ലാതെ മുസ്ഹഫ് രൂപത്തില് നബിതങ്ങളുടെ കാലഘട്ടത്തിലില്ല. ഒരൊറ്റ ഹദീസിന്റെ കിതാബും ഇല്ല. അതൊക്കെ പുതിയ പുതിയ പ്രവർത്തനങ്ങളാണ്. പക്ഷെ അതൊക്കെ ഒരു തത്വമുണ്ട്. അറിവിനെ സംരക്ഷിക്കുക, അതിനടുത്ത തലമുറക്ക് കൈമാറുക, അതിന് പറ്റിയ അനുവദനീയമായ ഏത് രൂപവും ശൈലി നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ശറഈയായ ബിദ്അത്തുകളല്ല. സംഗതി ബിദ്അത്താണ്. ബിദ്അത്ത് പുതിയ ആചാരങ്ങളാണ്. ആ ആചാരം ശറഈന് പിന്നെ യോജിച്ചതായി വരുമ്പോ അതിന് ആചാരം എന്ന് പറയും, വിരുദ്ധമായി വരുമ്പോ അനാചാരം എന്ന് പറയും. അപ്പൊ ഇവിടെ ആചാരമായിട്ട് ഇത് പറയുമ്പോ ഇവർ പറയുന്ന ഒരു സാധാരണക്കാരെ പൊട്ടീസാക്കുന്ന ഒരു കാര്യമാണ് ഇത്. സംഘടന ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും ദീനപ്പെട്ടതല്ലല്ലോ, അതൊന്നും മതപരമായ കാര്യമല്ലല്ലോ, നിങ്ങൾ ചെയ്യുന്നത് മതപരമായ വിഷയമല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ സമൂഹത്തോട് വലിയൊരു മറുപടി പറയണം. ഇപ്പൊ മുജാഹിദുകൾ ഒരുപാട് കക്ഷികളായി. ഇപ്പൊ 3 വിഭാഗത്തിന്റെ സമ്മേളനങ്ങൾ ഇപ്പോൾ നടത്തിയില്ലേ? ഈ സമ്മേളനം സംഘടനന്റെ സമ്മേളനങ്ങളാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയില്ലേ? അത് ദീനി അല്ല എന്നൊരു പറയുകയാണെങ്കിൽ ആ പൈസ ചെലവാക്കിയതിന് വേണ്ടി പഠിച്ചോന്റെ അടുത്ത് മറുപടി വരണ്ടേ? പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. പരലോകത്ത് കൂലി കിട്ടൂലെങ്കിൽ ഇവർ ഈ അണികളോട് മറുപടി പറയണ്ടേ? ഇപ്പൊ കൂലി കിട്ടാത്തൊരു കാര്യത്തിനുണ്ട് ഇത്രയും കോടികൾ ഇവർ ദൂർത്തടിച്ചെന്നല്ലേ വരിക. അപ്പൊ ഒരു തല മോശാക്കാൻ വേണ്ടി ഇവർ പറയുമ്പോ മറ്റേ തല മോശമായി പോകാൻ അവർ ആലോചിക്കുന്നില്ല. പിന്നെ മറ്റൊന്ന്, അതായത് ഇതിപ്പോ ഒരു വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണെങ്കിൽ ആ പുണ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നഷ്ടപ്പെട്ടു എന്നാണോ? അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന് നഷ്ടപ്പെട്ടു എന്നാണോ? അതായത് അവരെക്കാൾ കൂടുതൽ പുണ്യം ചെയ്തവരായി മാറുന്നുണ്ടോ? അതുകൊണ്ട് മുജാഹിദുകൾ, ജമാഅത്തുകാരൊക്കെ അതാണ് അവർ സുന്നികളെ കുറിച്ച് ഇത്തരം കാര്യങ്ങളിൽ സാധാരണക്കാരോട് പറയുന്നത്. സ്വഹാബത്തും ഒക്കെ എല്ലാ നിമിഷവും ഓരോ സമയത്തും അവരെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിതങ്ങളുമായുള്ള വേർപിരിയലോ നബിതങ്ങളെ ഓർക്കാത്ത ഒരു മനസ്സോ ഒരു നിമിഷം അവർക്കില്ല. നമ്മൾ ഇങ്ങേ തലമുറയിലുള്ള ആളുകളാ. ഖുർആൻ പറഞ്ഞല്ലോ, വദക്കിർഹും ബി അയ്യാമില്ല. അള്ളാഹു അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ വരുമ്പോ നിങ്ങളൊന്ന് ജനങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അതൊരു വലിയ തത്വ ഇസ്ലാമിലുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് അള്ളാഹു വേറെ തന്നിട്ടില്ല. അപ്പൊ ആ നബിതങ്ങൾ ജനിച്ച ദിവസവും മാസവും വരുമ്പം ആ നബിതങ്ങളെ ഓർക്കാൻ ഇപ്പോഴത്തെ കാലത്തെ ജനങ്ങളല്ലേ, ആ ഓർമ്മയും സുന്നത്തും ഒക്കെ നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ടു പോവാണ്. അപ്പൊ ആ ഒരു നനവെങ്കിലും നിലനിർത്താൻ നബിദിനാഘോഷം കൊണ്ട് സാധിക്കുന്നു എന്നതല്ലേ നമ്മൾ പരിഗണിക്കണം. അപ്പൊ സ്വഹാബാക്കളൊക്കെ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചും അത് ഓർത്തു നടന്നവരാണ്. നമ്മൾക്ക് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലെങ്കിലും ഓർക്കാൻ അവസരം കിട്ടുന്നതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താണ് വേണ്ടത്. മുജാഹിദുകളിൽ തന്നെ ആദ്യകാലത്തെ നേതാക്കന്മാരൊക്കെ അങ്ങനെയാണല്ലോ ഇതിനെ കൊണ്ടുപോയത്. ഈ കാര്യം ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മൾ മാല, മൗലിദ് ഇതൊക്കെ വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കിട്ടാത്ത പുണ്യാണ്, അവർക്കൊന്നും ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. കൃത്യം പറഞ്ഞ ഇപ്പൊ ഉസ്താദ് ഈ പറഞ്ഞ മറുപടി അത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു കൃത്യമായ മറുപടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ നമ്മളിപ്പോ ഈ സംഘം ചേർന്ന് മൗലിദ് ഓതുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ അതിനെന്തെങ്കിലും പഴയ കാലത്ത് അല്ലെങ്കിൽ സ്വഹാബത്തോ മറ്റോ ഒക്കെ ചെയ്ത വല്ല തെളിവുകളും? മൗലിദ് ഓതാന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് അറിയിക്കുന്ന ആയത്തുകളും ഹദീസുകളും അവിടുത്തെ ജീവചരിത്രത്തിന്റെ ഭാഗങ്ങളും കൂടിയിരുന്ന് പറയാ, അല്ലെങ്കിൽ ഒറ്റക്ക് പറയാം. ഒറ്റക്ക് മൗലിദ് ഓതാല, സംഗീതമായി മാത്രമല്ല. ഇത് ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും ഒക്കെ ഉള്ള സംഗതിയാണ്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത സംഗതിയാണ്.
അപ്പൊ അള്ളാഹു തആല തന്നെ നബിതങ്ങളെ മധു പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതെ. അല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു നബിതങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാല് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അങ്ങനെ അഭിജാണ് അതല്ലല്ലോ. അല്ലല്ല. അതാണ് ഇമാം ബുഖാരി അബുൽ അലി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നത്. സ്വലാത്തുഹു സനാഉഹു ഇൻദൽ മലായിക. അള്ളാഹ് സ്വലാത്തുള്ള അള്ളാഹ് സ്വലാത്തില്ല എന്ന് പറഞ്ഞാല് മലക്കുകളോട് നബിതങ്ങളുടെ മദ്ഹ് പറയാൻ അള്ളാഹു തആല. ഇപ്പൊ നബിതങ്ങളെ മദ്ഹ് ചെയ്യുക എന്ന മൗലിദ് അള്ളാഹു നടത്തുന്ന ഒരു സംഗതി, അതുകൊണ്ട് നിങ്ങൾ നടത്തൂ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. സ്വലാത്ത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ മൗലിദാണ്. അല്ലാതെ നബിതങ്ങൾക്ക് ഒരു സ്വലാത്ത് ഇല്ലി പഠിച്ചോനെ നബിതങ്ങൾക്ക് ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞ് നബിതങ്ങൾ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മളെ പ്രാർത്ഥന അല്ലല്ലോ. അല്ലല്ല. അത് നിറകൂടാണ്. അതിലേക്ക് നമ്മൾ ഒഴിച്ചാൽ അത് നമുക്ക് തന്നെ വരിക. അതുകൊണ്ടാണ് മൻ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അസ്റ എന്ന് പറഞ്ഞത്. നമ്മൾ ഒന്നാട്ടിലെ 10 ഇങ്ങോട്ട് കിട്ടുകയാണ്. ഇപ്പൊ റസൂലുള്ളാഹിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കലും മദ്ഹ് പറയലും ആണ് ഈ സ്വലാത്ത് തന്നെ. അപ്പൊ അള്ളാഹ് ചെയ്യുന്നതാണ് ഒന്ന്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മദീനത്തെ പള്ളിയിൽ അവിടത്തെ പേരിൽ മദ്ഹ് ചൊല്ലാനും മൗലിദ് ഓതാനും സ്റ്റേജ് കെട്ടിക്കൊടുത്തത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ ഒരുപാട് ഇമാമിങ്ങൾ ആ ഹദീസ് ഉദ്ധരിച്ച് കാണാം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യളഉ ലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദീന. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദീന പള്ളിയിൽ ഒരു മിമ്പർ, ഒരു സ്റ്റേജ് വെച്ചു കൊടുത്തിരുന്നു. വകാന യഖൂമു അലൈഹി ദായിമൻ യുഫാഖിറു ഔ യുനാഫിഖു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വിമർശകർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നബിതങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് എന്നും അതിമലും പാട്ടുപാടും ഹസ്സാന്തങ്ങൾ. നബിതങ്ങൾ എന്താ ചെയ്യാ? അവിടുന്ന് പറയും, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദുസി. പരിശുദ്ധാത്മാവാകുന്ന ജിബ്രീൽ മുഖേന ഹസ്സാൻ അല്ലാഹു തആല ശക്തിപ്പെടുത്തട്ടെ എന്ന് അവിടുന്ന് ദുആയിരുന്നു. നബിതങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നബിതങ്ങൾ തന്നെ സ്വഹാബത്തിനോട് ചെയ്യിപ്പിച്ച കാര്യമാണ്. 119 സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തതായി ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് കാണാം. അതിന്റെ അർത്ഥം 119 ആളുകളാണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നല്ലല്ലോ. അല്ല, അത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. റസൂലുള്ളാഹിന്റെ പേരിൽ മദ്ഹ് പറഞ്ഞതായിട്ട് അത്രയും സ്വഹാബികൾ മദ്ഹ് പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പിന്നെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ അംദഹക, അങ്ങേ മദ്ഹ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാത്തി മദ്ഹ് കൊണ്ടുവാ. ലാ യുഫ്ളിലുല്ലാഹു ഫാക, നിങ്ങളെ വായിലെ പല്ല് അല്ലാഹു തആല കൊഴിച്ചു കളയില്ല. നിങ്ങൾ എന്റെ മദ്ഹ് പറഞ്ഞാൽ പല്ല് കൊഴിയൂല. ഹദീസ് കാണ ഫലം തസ്ഖുത്ത് മിൻ അസ്നാനിഹി സിന്നത്തുൻ ഇലാ ആഖിരി ഉംരിഹി. മരണം വരെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ വായിലെ പല്ല് പോയിരുന്നില്ല. എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ കാഫിയ എന്ന കാഫ് കൊണ്ട് അവസാനിക്കുന്ന ആ വെയ്ത്ത് ചൊല്ലിയത് കാണാം. അതിലുണ്ട് വ അന്തലമ്മാ ഉലിത്ത അശ്റഖത് അൽ-അർളു വളാഅത് ബിനൂരിക്കൽ ലുഫഖു ഫനഹ്നു ഫിൽ ളിയാഇ വഫിൻ നൂരി വസുബുലിർ റശാദി നഖ്തരിഖ്. ഇബ്നു ജുറൈതമി തങ്ങളുടെ പിന്നെ ബുർദന്റെ ആമുഖത്തിൽ ഇത് കൊണ്ടുവന്നത് കാണാം. അത് സൈനുൽ ആബിദീൻ ജിഫ്രി തങ്ങളാണ് അതിന്റെ ആമുഖം എഴുതിയിട്ടുള്ളത്. അപ്പം മഹാന്മാരായ സ്വഹാബത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഇനി മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. ഇമാം ബുഖാരി തന്നെ സ്വഹീഹിന്റെ 155 ഉദ്ധരിച്ചതാണ്. അവിടുന്ന് നബി തങ്ങളെ മദ്ഹ് പാടിയത് അറാനൽ ഹുദാ വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫീ ഖുലൂബിനാ ബിഹി മൂഖിനാത്തുൻ ഇന്നമാ ഖാല വാഖിഉ എന്ന് പറഞ്ഞ സുദീർഘമായി നബി തങ്ങളെ മദ്ഹ് ചെയ്ത് പാട്ടുപാടുകയാണ്. ഇമാം ബുഖാരി അത് ഉദ്ധരിക്കാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഔദ്യോഗിക കവിയാണ്. മഹാനവകൾ റസൂലുള്ളാഹിനെ മദ്ഹ് എത്രയോ കാണാം. വല്ലമ്മൽ ഇലാഹു സ്മൻ നബിയി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അശ്ഹദു വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു.
എത്ര അർത്ഥവത്തായ വരികളാവ ശക്കലഹു മിൻ ഇസ്മി, അള്ളാഹു മുത്തുനബിക്ക് വേണ്ടി തന്റെ നാമത്തെ പിളർത്തി ലിയുജില്ല, നബിതങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു അവന്റെ പേരിനെ പിളർത്തി. ഫദുൽ അർശി മഹമൂദുൻ, അർശിന്റെ അധിപന് അള്ളാഹ് സ്വീകരിച്ച പേര് മഹമൂദ് ആണെങ്കിൽ അതിലെ വാവിനെ ഇളക്കി മാറ്റി വഹാദാ മുഹമ്മദു. ഇത്ര പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് സ്വഹാബത്ത് മദ്ഹ് ചെയ്തതാണ്. അപ്പൊ ഇത് ഈ വാക്കൊക്കെ സത്യം പറഞ്ഞാൽ സുന്നികൾ ആണ് അത് ഉണ്ടാക്കുന്നത് എങ്കിൽ, ഇപ്പൊ നമ്മള് മൗലിദ് പോലുള്ള ഒരു വാചകത്തിലാണെങ്കിൽ ഈ അഹ്മദു എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം പോലും ഒരു വലിയൊരു വിവാദമാകാനുള്ള സാധ്യത ഉണ്ട്. അത്രയും അതൊക്കെ ഉലുബാണ്, അമിതാണ് എന്നൊക്കെ പറയാൻ സാധ്യത ഉണ്ട്. സ്വഹാബാക്കളൊക്കെ ചെയ്തു പോകുന്ന എല്ലാവരും ചെയ്ത സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക എന്നത്. അത് ശറയിലുള്ളതാണ്. പിന്നെ നമ്മള് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പൊതുവിൽ ശറ അംഗീകരിച്ച കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതില് പ്രധാനമായിട്ടും വിമർശിക്കുന്നതാണ്, ഇതൊക്കെ ഒരു ശാപ്പാടിന് വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടികളാണ്. എവിടെ കൂടിയാലും ഈ നബിദിനാഘോഷം മാത്രമല്ല, എല്ലാ പരിപാടികളിലും സുന്നികൾക്ക് ഉണ്ടാകുന്നത് ഈ അന്നദാനം തന്നെയാ. നബിദിനാഘോഷത്തിനും മാംസം വിതരണം ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, പായസം ഉണ്ടാക്കുക, ഇത് ഇങ്ങനെ ഒരു തീറ്റയുടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിഹാസത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം കഴിക്കാതെ മനുഷ്യനെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവരൊരു കട ഉദ്ഘാടനം ചെയ്യട്ടെ, ഓല അവിടെ ഭക്ഷണം കൊടുക്കല്ലേ, ഇവരെ പുര ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഭക്ഷണം കൊടുക്കല്ലേ, അപ്പൊ ഇവരൊക്കെ കാറ്റടിക്കലല്ലോ. അപ്പൊ എല്ലാവരും ഭക്ഷണം ആവശ്യമുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അത് സന്തോഷത്തിന്റെ ഒരു അടയാളം. അത് ശറഅ് അംഗീകരിച്ച ഒരു കാര്യം, പൊതുവിൽ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, സന്തോഷം ഉണ്ടാവുമ്പോൾ പ്രയാസം ഉണ്ടാവുമ്പോൾ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ ദാനം ചെയ്യണമെന്ന്. നമ്മളിപ്പം ഒരു വീടുണ്ടാക്കി, ഇപ്പൊ ഒരു പുത്തനാശയക്കാരന് ഒരു പുര ഉണ്ടാക്കിയാൽ ആ ഗൃഹപ്രവേശത്തിന് ആളെ വെച്ചോ ഭക്ഷണം കൊടുക്കില്ലേ? ഓന് തെളിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സ്വഹാബി വീടുണ്ടാക്കിയിട്ട് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്തതിന് വല്ല രേഖയുണ്ടോ? അത് പുണ്യാണ്, താനും ദീനിൽപ്പെട്ട പുണ്യമുള്ള കാര്യമാണ്. അല്ലാതെ കൂലിട്ടാത്ത സംഗതിയല്ല, പുണ്യം കിട്ടൂലേ? പുണ്യകർമ്മമുള്ള ഭക്ഷണം കൊടുക്കല്ലേ? അതുപോലെ പറയും ചിലപ്പോ ഞങ്ങള് പുണ്യകർമ്മ എന്ന് പറയില്ല, ഇത് വെറുതെ കൂലി കിട്ടൂലേ? അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ ഭക്ഷണം. ഇതാണ് അടിസ്ഥാനമില്ലാത്ത വർത്താനം പറയാണ്. അത് പുണ്യകർമ്മം തന്നെയാണ്. അത് പൊതുവിൽ മതം പ്രോത്സാഹിപ്പിച്ച ലിയാഫത്ത് എന്നത് പുണ്യല്ലാത്തൊരു സംഗതി ഇസ്ലാമിലുണ്ടോ? ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ഉണ്ടായി നമ്മളെ അക്കീക്ക കൊടുക്കുന്നുണ്ട്, അത് സാറ അംഗീകരിച്ച ഒരാളാ. ഇപ്പൊ അതൊരുത്തൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇപ്പൊ മിഠായി വാങ്ങി കൊടുത്താൽ തെറ്റാവോ? അതൊരു സന്തോഷല്ലേ? സന്തോഷത്തിന് വേണ്ടി കൊടുക്കുക. നമ്മൾ കടൽ കാണും ചെയ്യുമ്പോൾ സന്തോഷത്തിന് വേണ്ടി അവിടെ ഉള്ളവർക്കൊക്കെ ചായ കൊടുക്കുക. ഇതുപോലത്തെ അത് ശറഅ് അംഗീകരിച്ച ഒരു സംഗതിയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വല്യുപ്പ അക്കീക്ക അറുത്തിട്ടുണ്ട് റസൂലുള്ള ജനിച്ച ഖിയാമത്ത് ദിവസം. അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അക്കീക്ക അറുത്ത് കൊടുത്തിട്ടുണ്ട്. ആ അക്കീക്ക അറുത്ത് കൊടുത്തത് എന്നത് പല പരമ്പരയിലൂടെ വന്നിട്ടുണ്ട്. ചില പരമ്പരയിൽ അതിൽ ലോഫുണ്ടെങ്കിലും അത് സ്വഹിയായ പരമ്പരയിലൂടെ തന്നെ വന്നിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ ഹൈതമി അടക്കമുള്ള ആളുകൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജന്മത്തിന്റെ പേരിൽ സന്തോഷിച്ചെന്ത് കൊടുത്തതാണ്, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതാണ്. അപ്പം മരിച്ചുപോയ ആളുകളെ നമ്മൾ അനുസ്മരിക്കുന്ന സമയത്ത് അവരെ പേരിൽ അന്നദാനം കൊടുക്കുക എന്നത് പൊതുവിൽ മതം അംഗീകരിച്ച സംഗതിയാണല്ലോ. നബിതങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ പേരിൽ ആടിനെ അറുത്തെടുത്തൊക്കെ കാണാലോ. അപ്പം മരിച്ചുപോയാൽ അനുസ്മരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്യാം, ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ ഉസ്താദ് പറഞ്ഞപ്പോ ഒരു ചെറിയൊരു പോയിന്റ് വന്നത്, ഈ കട ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തൊക്കെ മധുരം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുക എന്നത് ശറയിൽ പ്രതിഫലം കിട്ടാനും ദീനിയായിട്ടും ആണ് എന്ന് മാത്രമേ ഒരു മോമിന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ മുജാഹിദുകൾ ചെയ്യുന്ന ഈ പ്രവർത്തനം മാത്രമല്ല, പിന്നെ അമ്മായിമ്മ സൽക്കാരം, അമ്മോശൻ സൽക്കാരം, പിന്നെ കല്യാണം കഴിഞ്ഞാല് ഈ ദമ്പതികളെ കുടുംബക്കാരെല്ലാം വിളിച്ച് സൽക്കരിക്കുന്നു, ഇങ്ങനെയുള്ള സൽക്കാരങ്ങൾ, അതുപോലെ നിശ്ചയിക്കുന്ന സമയത്ത് ഒരു സൽക്കാരം, ഇങ്ങനെയുള്ള റിയാഫത്തുകളും ഇത്ആമുകളും ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് ശറയില്. ഇതൊക്കെ മുജാഹിദുകള് അനാചാരത്തിന്റെ ഇനത്തിലാണോ ആചാരത്തിലാണോ വരിക? അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും ചെയ്ത കാര്യമാണ് എന്നവർക്ക് പറയാൻ സാധിക്കോ? എന്താണ് ഉസ്താദിനെ കുറിച്ച് പറയാൻ? അത് അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടി ഇല്ല. അടവിൽ ഉരുണ്ടുകളെ ഞങ്ങൾ പുണ്യകർമ്മ എന്ന് പറയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക ചെയ്യാം. അത് ഏറ്റവും വലിയ അബദ്ധം. അത് അബദ്ധമാണ്. പിന്നെ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം തന്നെയാണല്ലോ അവിടുന്ന് വഫാത്തായത്. അപ്പൊ അന്ന് ഈ മരണം ആഘോഷിക്കണം, ഭക്ഷണം കൊടുത്ത് മധുരം കൊടുത്ത് മദീന തേങ്ങിയ കാലം, ആ ദിവസമാണ് എന്ത് ചെയ്യണത്? നിങ്ങൾ മധുരം വിതരണം ചെയ്ത് സന്തോഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ ഇസ്ലാമിന്റെ ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്, അത് അറിയാനാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഒന്ന്,
ഒരു ജന്മം ഉണ്ടായാല് അതിൽ സന്തോഷിക്കണം എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം. അതുകൊണ്ടാണ് അഖീഖ അറുത്ത് ആ വിവരം ആളുകളെ അറിയിക്കുക, അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യാൻ മതം കൽപ്പിച്ചത്. അതേ സമയത്ത് ഒരു മരണം സംഭവിച്ചാൽ നമ്മളതിൽ ദുഃഖിക്കരുത് എന്നാണ് മതത്തിന്റെ നിയമം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ഷമിക്കണം. അതിന്റെ പേരിൽ ദുഃഖം ലാസ്റ്റ് വരുന്നത്. അപ്പം പിന്നെ മരിച്ചതിന്റെ പേര് ദുഃഖം പ്രകടിപ്പിച്ച് കറുത്ത ബാഡ്ജ് ധരിക്കുക, അങ്ങാടിയിലെ കട പൂട്ടുക, കറുത്ത കൊടി നാട്ടുക, മൗനജാഥ നടത്തുക, ഇതൊന്നും മതം അംഗീകരിച്ചല്ല. അത് ഷിയായിസാണ്. മരിച്ചാൽ എന്ത് ചെയ്യല്? ദുഃഖം പ്രകടിപ്പിക്കുക. അപ്പൊ നമ്മൾ ശറഅ് കൽപ്പിച്ച് ചെയ്യുന്നു, ശറഅ് നിരോധിച്ചത് ചെയ്യാതിരിക്കുന്നു. നബിതങ്ങളുടെ ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽപ്പെട്ടതാണ് റബീഉൽ അവ്വൽ 12-നാണ് അവിടുന്ന് ജനിക്കുന്നത്. റബീഉൽ അവ്വൽ 12 തന്നെയാണ് അവിടത്തേക്ക് ആദ്യമായി വഹി കിട്ടുന്നത്. റസൂലുള്ളാഹിന്റെ പ്രത്യേകത വഹി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സ്വപ്നത്തിലൂടെ, അതാണ് പിന്നെ റമളാന്റെ 6 മാസം മുമ്പ് റബീഉൽ അവ്വലാണ് അത് തുടങ്ങുന്നത്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിച്ചേർന്ന് റബീഉൽ അവ്വൽ 12-നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടക്കുന്ന റബീഉൽ അവ്വൽ 12-നാണ്. നബിതങ്ങളുടെ അസാധാരണത്വത്തിന്റെ ഭാഗമായിട്ട് റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേക ബന്ധം. അപ്പൊ അതിൽ സന്തോഷിക്കാൻ മതം പറഞ്ഞെടുത്ത് നമ്മൾ സന്തോഷിക്കുക, ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദുഃഖിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ മീലാദിന്റെ പേരിൽ സന്തോഷിക്കും, ആ വഫാത്തിന്റെ നമ്മൾ എന്ത് ചെയ്യൂല? ദുഃഖിക്കുകയില്ല. ഇതാണ് അൽ ഹാബിൽ ഫത്താവയിൽ ഇങ്ങനെയാണ് മഹാനായ സുയൂത്തി ഇമാം ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ഇപ്പോ റബീഉൽ അവ്വൽ 12 എന്ന് നമ്മൾ അന്നാണല്ലോ ഇപ്പൊ നബിദിനാഘോഷം നടത്തുന്നത്. ഇപ്പൊ ചില മൗലവിമാര് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ 12-നല്ല എന്ന് പറഞ്ഞ് സമൂഹത്തിൽ കൺഫ്യൂഷൻ ആക്കണ്ട. ഇനി അങ്ങനെ ആയിട്ടില്ല എന്ന് വെക്കുക. എന്നാലും ഈ നബിദിനാഘോഷം കഴിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? അതല്ല അന്ന് തന്നെയാണോ റസൂലുള്ളാഹിന്റെ ജനനം ഉള്ളത്? പണ്ട് പറയലുണ്ട്, പിന്നെ മകൻ മരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മരോളെ കണ്ണീരൊന്ന് കണ്ടാൽ അതെ എന്നതുപോലെയാണ് ശരിക്കും ഇസ്ലാമിന്റെ ഒരു ചരിത്രം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്ന് പറയുന്നത്. അപ്പൊ അതിന് യാതൊരു അടിത്തറയില്ല, ചരിത്രപരമായ അടിത്തറല്ല. അതൊരുപാട് സംശയങ്ങളുള്ള വിഷയമാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നത് ഈ ഉമ്മത്തിന് വലിയ വേദന ഉണ്ടാക്കുന്ന സംഗതിയല്ലേ. ഇപ്പം മദീനയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ വഹാബികളുടെ ഒരു പ്രത്യേകത, പ്രഗത്ഭരായ സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് എന്നാൽ അല്ലാഹു അല ഇവിടെ ഒന്നും ആരുമില്ല, ഇവിടെ ഉള്ള ആരാന്നറിയില്ല എന്ന രീതിയിൽ ചരിത്രങ്ങളെ തേച്ചു മാച്ചു കളയാം. അത് ഇസ്ലാമിന്റെ വിരോധികളുടെ ഒരു ആശയമാണ്. ഒരു മുസ്ലിമിന് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെ സുന്നികളോടുള്ള വിയോജിപ്പ് എതിർപ്പും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും ചില അടിസ്ഥാന കാര്യങ്ങളെ പോലും നിരാകരിച്ച് നബിതങ്ങളുടെ ജന്മം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികളാണ്, അതിലൊന്നും അടിത്തറല്ല എന്ന് പറഞ്ഞ് പോവാണ്. അപ്പൊ അത് അപകടകരമായ ചില ചോദ്യങ്ങളും വാദങ്ങളുമാണ്. അതിന് നമ്മൾ മുഖവിലക്കെടുക്കാൻ പാടില്ല. പിന്നെ താരിഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരുപാട് അഭിപ്രായങ്ങൾ പലരും പലതും ഉദ്ധരിക്കും. അതില് ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് സ്വീകരിക്കാൻ തന്നെ. അതിന് മാത്രമല്ല വേറെയൊക്കെ തന്നെയല്ലേ. ഇപ്പൊ നിസ്കാരം എന്നാ നിർബന്ധമായത്, അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. അതുകൊണ്ട് നമ്മളിപ്പോ നിസ്കരിക്കാതെ അതുപോലെ ഓരോ വിഷയത്തിലുണ്ടാവില്ലേ. അപ്പൊ അത് ആ മാസം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റബീഉൽ അവ്വൽ എന്നുള്ള തർക്കം കാര്യമായിട്ടില്ലല്ലോ. 12-ാന്നുള്ളതിലും കാര്യമായിട്ട് തർക്കമല്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിൽ പ്രബലമായത് അതെടുക്കുക. കൂടുതൽ ആളുകളും ആചരിച്ചു പോരുന്നതും വിശ്വസിച്ചു പോരുന്നതും എടുക്കുക. എഴുതി വെച്ചോടത്ത് പലതും ഉണ്ടാവാം. അതേസമയത്ത് സമൂഹം എങ്ങനെയാണ് അതിനെ കണ്ടുവരുന്നത്? ലോകത്തുടനീളം റബീഉൽ അവ്വൽ 12-നാണല്ലോ അല്ലെ. എല്ലാ രാജ്യത്തും ലീവ് ഉണ്ട്. നമ്മൾ പോയി നോക്കിയാൽ ഇവിടെ നിന്നാണ് പോയാൽ സൗദി അറേബ്യ ഒഴിച്ച് ബാക്കി മിക്ക രാജ്യങ്ങളിലും റബീഉൽ അവ്വൽ 12-ന് ലീവ് ഉണ്ട്. ഒറ്റപ്പെട്ട രാജ്യങ്ങളെ മുസ്ലിം രാജ്യത്ത് ഇതില്ലാത്തുള്ളൂ. അപ്പൊ അടക്ക റബീഉൽ അവ്വൽ 12-ന്. അപ്പൊ മുസ്ലിം ലോകം പാരമ്പര്യമായി വിശ്വസിച്ച് ആചരിച്ചു വരുന്ന റബീഉൽ അവ്വൽ 12-ന്. പിന്നെ കിതാബിൽ എഴുതി വെച്ചോടത്ത് അവിടെ ഇവിടെ എന്തുണ്ടാവാം, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് എല്ലാ വിഷയത്തിലുള്ളതാണ്. അതിനാ നിലക്ക് മാത്രം കണ്ടാൽ മതി. ഈ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണല്ലോ. അവിടെ എന്തുകൊണ്ട് ഇതില്ല? അവിടെ ആയിരുന്നു ഏറ്റവും വലിയ മൗലൂദ് നടന്നിരുന്നത്. അതെ. മക്കയില് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. മക്കയിലെ പിന്നെ മദീനത്ത് പള്ളിയുടെ മുകളിൽ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പൊ ആ ലൈബ്രറിയിൽ ഒരു 15 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയ സമയത്ത് അന്നൊക്കെ നമുക്ക് അവിടെ കയറി കിതാബൊക്കെ നോക്കാനും ഫോട്ടോ കോപ്പി എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പൊ അന്ന് അവിടെ മക്കയിലെ ചരിത്രങ്ങൾ പറഞ്ഞ ഒരു കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ നിന്നാണ് മൗലൂദ് തുടങ്ങുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വരല പേർക്ക് കാബയിലേക്ക് റാലിയായിട്ട്, അതായത് മുൻകാലങ്ങളിൽ അവിടുന്ന് മൗലൂദ് ഓതി വരും. അതുപോലെ പിന്നെ ഉഹദിൽ ഉണ്ടായിരുന്ന നേർച്ചപ്പെട്ടിയുടെ വരവ്, നേർച്ചപ്പെട്ടിന്റെ വരവ്, ഉഹദില് പെട്ടി വരവ് അതൊക്കെ ആ കിതാബിൽ.
അതെല്ലാം അവിടെ ഉണ്ടായതാണ്. അതായത് ഇത് ഈ 1932 സൗദി അറേബ്യ എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഇവരെന്ത് ചെയ്തത്, അവിടെ നിരോധിച്ചത്. നിരോധിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഔദ്യോഗിക പരിപാടി അല്ലാതാക്കിയത്. അതേ സമയത്ത് മൗലിദ് ഓതുക എന്നുള്ളത് അവിടെ വ്യാപകമായി നടക്കുന്നതാണ്. ഈ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോഴും അവിടെ ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും അവിടെ പിന്നെ അറബികൾ നടത്തുന്ന മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. അടക്കം മൗലിദ് നടക്കുന്നുണ്ട്. ഗവൺമെന്റ് അവിടെ ഔദ്യോഗികമായിട്ട് അന്ന് അവധി കൊടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് അവരെ പ്രഭാഷണത്തിലൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോൾ അവിടുത്തെ ചീഫ് പിന്നെ മുഫ്തി ഇമാമൊക്കെ സുദൈസി അടക്കം റബീഉൽ അവ്വൽ വരുന്നതിനെ കുറിച്ചുള്ള പ്രസംഗമൊക്കെ നടത്തിയതായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണാം. അപ്പൊ ഏതായിരുന്നാലും പ്രേക്ഷകരായ ആളുകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം സംശയങ്ങൾക്കെല്ലാം ഒരു നിവാരണമായി ഉസ്താദിന്റെ ഈ ഒരു സംസാരം മാറിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ഈ ഒരു സംരംഭം, ഈ ഒരു സംഭവം നമ്മളിന്ന് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഉസ്താദിന് അള്ളാഹു ആയുരാരോഗ്യം നൽകട്ടെ.